5 ഹോൾ ഘാതം 3 ഇൻറ്റു 5 ഹോൾ ഘാതം 4 ഹരിക്കണം 125 ഹോൾ ഘാതം 3. 5 ഹോൾ ഘാതം 3. ഇവിടെ ഒരു പാദസംഖ്യ 5 എന്നുള്ളൊരു പാദസംഖ്യ, അതിന് ഒരു കൃതി കൂടി, അതായത് ഒരു പാദസംഖ്യയ്ക്ക് 2 കൃതി വരികയാണ്. അങ്ങനെ ഒരു കൃത്യംഗ നിയമം നമുക്കുണ്ട്. അതായത് എക്സ് ഘാതം എം ഹോൾ ഘാതം എൻ സമം എക്സ് ഘാതം എം ഇൻറ്റു എൻ. ഒരു പാദസംഖ്യ ഒരു കൃതി. ഒരു പാദസംഖ്യയ്ക്ക് 2 കൃതി വരുമ്പോൾ പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ ഗുണിച്ചു. അതുപോലെ ഇവിടെ എന്താ പാദസംഖ്യ 5, കൃതികൾ തമ്മിൽ ഗുണിക്കുക 2 ഇൻറ്റു 3 ഇൻറ്റു ഇതേപോലെ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു പാദസംഖ്യ 2 കൃതി, ഒരു പാദസംഖ്യ 2 കൃതി. 5 ഘാതം കൃതികൾ തമ്മിൽ ഗുണിക്കുക 2 ഇൻറ്റു 4 ഹരിക്കണം. ഇവിടെ 5ഉം 5ഉം ആണ്, പക്ഷെ ഇവിടെ 125 അപ്പോൾ ഈ 125നെ 5മായി ബന്ധപ്പെടുത്തി എഴുതുക. നമ്മൾ 125നെ നമുക്ക് 5 ക്യൂബ് എന്ന് എഴുതാം. 5 3 തവണ ഗുണിച്ചാൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഗുണിച്ചാൽ 125 കിട്ടും. അപ്പോൾ 125ന് പകരം 5 ക്യൂബ് എന്ന് എഴുതി അതിൻ്റെ കൃതിയായിട്ട് 3 എഴുതുക. ഇനി 5 ഘാതം ഇവിടെ ഗുണിക്കുക 23 6 ഇൻറ്റു 5 ഘാതം ഇവിടെ ഗുണിക്കുക 8 ഹരിക്കണം 5 ഘാതം ഇവിടെ ഇതേപോലെ ഈ 2 ചെയ്ത പോലെയാണ് പഠിയും. ഒരു പാദസംഖ്യ 2 കൃതി, അപ്പോൾ എന്താ വരിക 5 ഘാതം 3 9. ഇനി ഹരിക്കുക എന്ന് പറഞ്ഞാൽ ബൈ ഇട്ട് എഴുതുകയാണ് വേണ്ടത്. ഇത് അതുപോലെ എഴുതുക 5 ഘാതം 6 ഇൻറ്റു 5 ഘാതം 8 ബൈ 5 ഘാതം 9. അടുത്ത കൃത്യംഗ നിയമം ഇവിടെ ഉപയോഗിക്കാം. എന്താ പ്രത്യേകത? ഒരേ പാദസംഖ്യ ഗുണനചിഹ്നം. അതെന്താണ്? എക്സ് ഘാതം എം ഇൻറ്റു എക്സ് ഘാതം എൻ. ഒരേ പാദസംഖ്യ ഗുണനചിഹ്നം വരുമ്പോൾ നമുക്ക് പാദസംഖ്യ എഴുതുക ഏതാ എക്സ്, എന്നിട്ട് കൃതികൾ തമ്മിൽ കൂട്ടുക എം പ്ലസ് എൻ. ഇതുപോലെ ഇവിടെ ചെയ്യാം. കണ്ടോ? ഒരേ പാദസംഖ്യ നമ്മൾ പാദസംഖ്യ എടുത്ത് എഴുതി, ഒരേ പാദസംഖ്യ എഴുതി, എന്നിട്ട് എമ്മും എന്നും കൂട്ടി എഴുതി. അതുപോലെ 6ഉം 8ഉം കൂട്ടിയ 14. 5 ഘാതം 14 ബൈ ഛേദം അതുപോലെ ഇടുക 5 ഘാതം 9. അടുത്ത കൃത്യംഗ നിയമം ഒരേ പാദസംഖ്യ ഹരണചിഹ്നം. ഇവിടെ ഒരേ പാദസംഖ്യ ഗുണനായിരുന്നു, ഇവിടെ ഒരേ പാദസംഖ്യ ഹരണചിഹ്നം. അപ്പോൾ അതിൻ്റെ നിയമം എക്സ് ഘാതം എം ബൈ എക്സ് ഘാതം എൻ. ഒരേ പാദസംഖ്യ ഹരണചിഹ്നം വരുമ്പോൾ പാദസംഖ്യ എഴുതുക, മുകളിലെ കൃതിയിൽ നിന്ന് താഴത്തെ കൃതി കുറയ്ക്കുക എം മൈനസ് എൻ. അതുപോലെ അപ്പോൾ എക്സ് ഇട്ടു 5 5 5 എന്നിടുക, എന്നിട്ട് എമ്മിന്ന് n കുറച്ചു 14ന്ന് 9 കുറച്ച് 5. 5 ഘാതം 5 എന്ന് പറഞ്ഞാൽ എന്താ? 5 തവണ ഗുണിക്കുക 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. 5 ഇൻറ്റു 5 ഗുണിച്ചാൽ 25, അത് ഇൻറ്റു 5 125, അത് ഇൻറ്റു 5 625 ഇൻറ്റു 5. ഉത്തരം 3125.